ഹേ ഗായ്സ്, ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു കൗണ്ട് ഡൗൺ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ എങ്ങനെ ഒരു കൗണ്ട് ഡൗൺ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ക്ലാസ് 1 ഓഫ് ക്യാൻവ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു സ്പ്രെഡ്ഷീറ്റ് വേണം. ലൈക്ക് യു ക്യാൻ യൂസ് എയ്തർ എക്സൽ ഓർ ഗൂഗിൾ ഷീറ്റ്. ഞാനിപ്പോൾ ഗൂഗിൾ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ എക്സൽ ഇല്ല. സോ ഫസ്റ്റ് നമുക്ക് 2 മിനിറ്റ്സ് കൗണ്ട് ഡൗൺ ആണ് തുടങ്ങുന്നത്. സോ 2, 1:59, 1:58 അങ്ങനെ ഞാൻ 00 വരെ ആ സ്പ്രെഡ്ഷീറ്റിൽ ഡേറ്റാസ് ഫില്ല് ചെയ്യുകയാണ്. സീറോ വരെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഡേറ്റ സേവ് ചെയ്യണം. ലൈക്ക് ഈ ഡേറ്റ നമ്മൾ .csv ഫോർമാറ്റിൽ സേവ് ചെയ്യുക. എക്സൽ ഉപയോഗിച്ചാണെങ്കിലും ഗൂഗിൾ ഷീറ്റ്സ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും .csv ഫോർമാറ്റിൽ ഈ ഡേറ്റ സേവ് ചെയ്യുക. ദെൻ നമുക്ക് ക്യാൻവയിലേക്ക് പോവാം. ക്യാൻവയിൽ പോവുക, പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 16:9 റേഷ്യോയിൽ ഒരു ന്യൂ സ്ക്രീനാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ ചെറുതായിട്ട് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഞാൻ ഒരു വാൾപേപ്പർ ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഞാൻ ഒരു ഹെഡിങ് ആഡ് ചെയ്യുന്നു. ലൈക്ക് ഈ ഹെഡിങ്ങിൻ്റെ പോർഷനിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ, ലൈക്ക് നമ്മുടെ കൗണ്ട് ഡൗണിൻ്റെ ഡേറ്റ വരുന്നത്. സോ ഫസ്റ്റ് ഞാനൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് എവിടെയാണ് എനിക്ക് വരേണ്ടത് അവിടെ വെച്ചിരിക്കുന്നു. സെക്കൻഡ് ഞാൻ ജസ്റ്റ് സബ് ഹെഡിങ് വേണമെങ്കിൽ മാത്രം മതി. ഒരു സബ് ഹെഡിങ് ചുമ്മാ സബ് ഹെഡിങ് എൻ്റെ കീഴെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് വരുന്നത്. ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് ഞാൻ ഫോർമാറ്റ് ചെയ്യുകയാണ്. ഇനിയാണ് ശരിക്കും നമ്മൾ ആപ്സിൽ പോവുക. ആപ്സിൽ നമ്മൾ ബൾക്ക് ക്രിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ ആപ്സിൽ ബൾക്ക് ക്രിയേറ്റ് സെർച്ച് ചെയ്യുക. ബൾക്ക് ക്രിയേറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ അതിനകത്ത് എൻ്റർ ഡേറ്റ മാനുവലി ഉണ്ട്, അപ്ലോഡ് ഡേറ്റ ഉണ്ട്. അപ്ലോഡ് ഡേറ്റ കൊടുക്കുക. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്ന ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഹെഡിങ്ങിൻ്റെ അവിടെ മോർ കൊടുക്കുക, കണക്ട് ഡേറ്റ കൊടുക്കുക. അപ്പോൾ ആ അടിയിൽ നമ്മൾ ആ ഡേറ്റ നമ്മുടെ ഇത് വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പേജസും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഡേറ്റയിലെ എല്ലാം ജനറേറ്റ് കൊടുക്കുക. നമുക്ക് എത്ര കൗണ്ട് ഡൗൺ പേജാണോ അത്രയും വരും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു പേജിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി 5 സെക്കൻഡാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കൗണ്ട് ഡൗൺ സെക്കൻഡ്സ് ആണ്. സോ നമുക്ക് ഓരോ ഷീറ്റിനും ഇടയിൽ 1 സെക്കൻഡ് മതി, എന്നാലേ നമ്മുടെ കൗണ്ട് ഡൗൺ കറക്റ്റ് ആകത്തുള്ളൂ. സോ ജസ്റ്റ് ആ 5 എന്നുള്ളത് 1 ആക്കി കൊടുക്കുക, 1 സെക്കൻഡ്. എന്നിട്ട് അപ്ലൈ ടു ഓൾ പേജസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേനും ലൈക്ക് നമുക്ക് ഓരോ ഷീറ്റിൻ്റെ ഇടയ്ക്ക് 1 സെക്കൻഡ് ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ ടൈമർ കറക്റ്റായിട്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായിട്ട് വരും. സോ ദിസ് വാസ് ദ വീഡിയോ. താങ്ക് യു ഗൈസ്. Thanks for watching the video. Please like, share and subscribe. Thank you.